കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ കൂട്ടി വരുത്തിയ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ശക്തിയായി ഉന്നതമായി പ്രവർത്തിക്കുന്നില്ല കർത്താവേ. നിന്റെ സമാധാനം ഞങ്ങൾ ഓരോരുത്തർക്കും വാഴുവാൻ, നിന്റെ സമാധാനം നീ ഞങ്ങൾക്ക് തന്നേച്ചു പോയ ദൈവമാണ്. മരണമോടിയായി തന്നത് കർത്താവ്, അത് മാറ്റുവാൻ ഒരു സൃഷ്ടിയില്ല. നിന്റെ കൃപ കൂടാതെ കർത്താവെ ഈ ദുഷ്ട ലോകത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലല്ലോ കർത്താവ്. നിന്റെ ആത്മാവ് ഞങ്ങളെ നേർവഴിക്ക് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്കൂരങ്ങൾ കർത്താവ് കൃപാസനത്തിലേക്ക് ഇടുകയാണ്. അവിടെ നിന്ന് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങളെ ഗ്രഹിപ്പാൻ ജനത്തിന് കൃപ കൊടുത്താട്ടെ കർത്താവ്. ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവരും യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നവരും കർത്താവ് ഗ്രഹിപ്പാൻ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവിച്ചറിയുവാൻ, ഉയർത്തെന്നവനെ ക്രിസ്തുവേശു എന്നിൽ വസിക്കുന്നത് ധൈര്യത്തോടെ പറഞ്ഞു കർത്താവ്. നിന്റെ വരവിന് വേണ്ടി ലജ്ജിച്ചു പോകുന്നവരായിട്ടല്ല, ധൈര്യത്തോടെ നിന്റെ വരവിന് പ്രത്യാശിക്കുന്നവരായിട്ട് കർത്താവ് സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും നിന്റെ പ്രായശ്ചിത്തരത്വം കൊണ്ട് മുദ്രയിട്ട് വേർതിരിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളായിരുന്നു റോമാലേഖത്തെ ആസ്പദമാക്കിയുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം. ഇത് വളരെ ലളിതമാണെന്ന് തോന്നരുത്. ആഴത്തിലേക്ക് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും ആദ്യത്തെ ക്ലാസ്സുകളിൽ കുറച്ചധികം പേരുണ്ടായിരുന്നു. പിന്നീട് കുറഞ്ഞു വന്നു. അറിയുന്നവർ പോലും ഇടയ്ക്ക് ബ്രേക്കായി. യൂട്യൂബിലും അധികം ആൾക്കാർ കേൾക്കുന്നില്ല. സത്യം സ്വീകരിക്കാൻ ഹൃദയത്തിൽ നല്ല താല്പര്യമുള്ളവർ മാത്രമേ ഈ ക്ലാസ്സുകൾ അന്ത്യത്തോളം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശുഷ്കാന്തിയോടുകൂടെ കർത്താവ്, ഇതെൻ്റെ ജീവരക്ഷയ്ക്ക് ആസ്പദമായ കാര്യമാണ്, നീ എന്നെ താങ്ങിയേ മതിയാകുകയുള്ളൂ. ഇത് ഗ്രഹിപ്പാൻ ബുദ്ധിമണ്ഡലത്തിലൊരു പാഠമായിട്ട് ഒരു പാറയായിട്ടിരിക്കുവാനല്ല, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിലോരോ കാര്യങ്ങളും മനസ്സിലാക്കി അത് പ്രാക്ടിക്കലായിട്ട് അനുഭവത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അറിവിലല്ല പരിജ്ഞാനത്തിൽ, എക്സ്പീരിയൻസിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്കിത് വിശ്വാസമായി പരിണമിക്കുന്നുള്ളൂ. ക്രിസ്തീയ ഗോളത്തിൽ പെന്തിക്കോസിൽ തന്നെ നല്ലൊരു ശതമാനം, എബവ് 90% ഒരു ഇൻ്റലക്ച്വൽ ഫെയ്ത്തിലാണുള്ളത്. ബുദ്ധിപരമായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ്. ആ വിശ്വാസം രക്ഷയുടെ വിശ്വാസമല്ല. ഞാൻ പല പ്രാവശ്യം അത് പറയുന്നു. സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു പരിശോധന ഉണ്ടാകുമ്പോൾ, ഒരു പരീക്ഷ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരിൽ ആശ്രയിച്ച് ജയം പ്രാപിക്കുന്നു, അതാണ് സേവിങ് ഫെയ്ത്ത്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിച്ച് ജയം പ്രാപിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഫെയ്ത്ത് സേവിങ് ഫെയ്ത്താണ്. അല്ലാത്തത് സേവിങ് ഫെയ്ത്ത് അല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഓരോ ടെംപ്റ്റേഷനോ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈറ്റാനി പരീക്ഷ തന്നെ വന്നാൽ, ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് തരുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. പരീക്ഷ എന്ന് പറഞ്ഞാൽ സൈറ്റാനി കിങ്ഡത്തിൽ വരുന്നതാണ്. ടെംപ്റ്റ് ചെയ്യുക, നമ്മളെ മറ്റ് ലോകത്തിലേക്കോ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കോ ടെംപ്റ്റ് ചെയ്യുക. അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നു? ഞാനിതെല്ലാം റോമാലേഖനത്തിൻ്റെ 1 തുടങ്ങി 7 വരെയുള്ള അധ്യായങ്ങളിൽ കൂടെ അതൊക്കെ ഞാൻ സഞ്ചരിച്ചതാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ നീതിയെ, അതായത് അവൻ ദൈവനീതി മാനവജാതിയുടെ മേൽ വിധിച്ചിരുന്ന നിത്യമായ മരണശിക്ഷ, മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹത്തിൽ നാം ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. ഡിവൈൻ ഗവൺമെൻറ് ആ നീതി നടപ്പാക്കണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഉറച്ച തീരുമാനമാണ് ഡിവൈൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കവനൻറ്റ് അല്ലെങ്കിൽ കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് നിയമപ്പെട്ടകത്തെ കാണിക്കുന്നത്. അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതാണ് കൃപാസനം എന്ന് പറഞ്ഞാൽ ആ ഡിവൈൻ ജസ്റ്റിസിനെ, ശിക്ഷാവിധിയെ പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്നതാണ് ക്രിസ്തു. അതിനാണ് അവൻ മനുഷ്യനെ പോലെയുള്ള ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി വെളിപ്പെട്ട് സ്തോത്രം, മനുഷ്യൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ള എല്ലാ ശിക്ഷയും ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് അവൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ പ്രാണനും ആത്മാവും ദുഷ്ടരായി മനുഷ്യർ പോയി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ, അല്ലെങ്കിൽ ലൂക്കോസ് ചെയ്ത സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്ന ധനവാൻ കിടക്കുന്നിടത്ത് പോയി ശിക്ഷ അനുഭവിച്ചു, മരണം അനുഭവിച്ചു. അല്പസമയത്തേക്ക് ദൈവം അവനെ കൈവിട്ടു എന്നല്ല നാം പഠിക്കുന്നത്. ഇത് വിശ്വസിക്കാത്തവന് വിശ്വാസത്തിൻ്റെ ആരംഭം പോലുമില്ല. പ്രഗത്ഭരായ വൻ
ദൈവദാസന്മാരെന്ന് പേർ വിളിക്കപ്പെടുന്നത്. അവർ ദൈവദാസൻ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല. പലരും ദേവദാസൻ്റെ ഭാഷമാരൊക്കെ ഒന്ന് വിളിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പമായി തെറ്റിപ്പോയിട്ട് പഠിപ്പിച്ചാലും പ്രത്യേകിച്ച് ഇവ കാര്യങ്ങളൊക്കെയും തെറ്റി പഠിപ്പിക്കുന്നവർ ദൈവദാസന്മാരല്ല. ദേ ആർ നോട്ട് ദ സെർവൻസ് ഓഫ് ഗാഡ് ബട്ട് ഓഫ് സേറ്റാൻ. അതായത് ക്രിസ്തുവിൻ്റെ പ്രാണനും ആത്മാവും ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യകതയില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഒരു വ്യർത്ഥമായ പെരിഫറലായ ക്രിസ്തുവിനോട് സ്നേഹം മാത്രമാണ്, അടിസ്ഥാനമായ ഘടകമല്ല. കാരണം അവിടെ പ്രാണനും ആത്മാവിനെയും മരിച്ചിരിക്കുന്ന അവസ്ഥ വചനത്തിൽ നിന്ന് കേട്ടു. പാപം ചെയ്യുന്നത് ഈ മരിക്കും എന്ന്, ഏകമനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, അങ്ങനെ എല്ലാവരും മരിച്ചിരിക്കുന്നത് വചനത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പുറമേയുള്ളൊരു പെരിഫറൽ ഫെയ്ത്ത് മാത്രമേ ഉള്ളൂ. Unless otherwise you experience your spiritual death in your soul, you never accept Christ. You never seek Christ. നിങ്ങൾക്ക് വെള്ളം ദാഹിക്കാത്തോടെ നിങ്ങൾ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുമോ? അതേപോലെ തന്നെയാണ് ഇത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവമുണ്ടോ അതിനാണ് ഇത്രയും ഡെപ്തിൽ പോകുന്നത്. ഈ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ അവസാനം വരയ്ക്കും ഞാൻ പറഞ്ഞു ജനറലായിട്ടുള്ള ആൾക്കാർക്ക് വിശ്വാസത്തിലേക്ക് വരുവാൻ ആവശ്യമായ ഉപദേശങ്ങളാണ്. ഇനി 8-ാം അധ്യായം 1 തുടങ്ങി ആരംഭിക്കുന്നത് ഒരു വിശ്വാസിക്ക് ക്രൂശിൽ നിവർത്തിച്ച് മരിച്ചവിടെ ഇരുന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ കൂടെ ഇരുന്ന ശിഷ്യന്മാർ ഏകദേശം 40 ദിവസത്തോളം പലയിടത്തുമായിട്ട് അവനെ കണ്ടു. അവരുടെ വിശ്വാസം ഉറപ്പിക്കാൻ തക്കവണ്ണം, അതായത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ താൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ആ 12 പേർക്കും സ്തോത്രം പൂർണ്ണമായും വിശ്വസിക്കത്തക്ക വേണം. അതിൽ 120 പേരുണ്ടായിരുന്നു, പല സഹോദരിമാരുണ്ടായിരുന്നു. അവർക്ക് പൂർണ്ണമായും വിശ്വസിക്കത്തക്ക വേണം. അവരുടെ എന്തെല്ലാം വിശ്വാസത്തിൻ്റെ ബലഹീനതകളുണ്ടോ അതെല്ലാം തന്നെ കർത്താവ് തന്നെ നേരിട്ട് മാറ്റിക്കൊടുത്ത് അവർക്ക് നല്ല ഉറപ്പായി അതിന് ശേഷമാണ് അവൻ സ്വർഗാരോഹണം ചെയ്യുന്നത്. കാരണം ഇതിനെതിരായിട്ട് സേറ്റാനിക് കിങ്ഡം പ്രവർത്തിക്കുമെന്നും അതിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവന് ശിഷ്യന്മാർ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒരു വ്യാജ വർത്തമാനം കർത്താവിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് തന്നെ ആരംഭിച്ചിരുന്നു. എന്നാൽ വിശ്വാസികൾക്ക് ആവശ്യമായിട്ടുള്ള സത്വാർത്ത, താൻ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നുള്ള വാർത്ത ദൂതന്മാർ വന്ന് അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം അത് കേട്ട് സന്തോഷത്തോടു കൂടെ ശിഷ്യന്മാരെ അറിയിക്കാൻ കടന്നുപോയ സഹോദരിമാരുടെ കൂടെ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു വന്ന് അവർക്ക് ധൈര്യം കൊടുത്തു. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരേ സ്പോട്ടിൽ നിന്ന് തന്നെ, ഒരേ കല്ലറയുടെ മുമ്പിൽ നിന്ന് തന്നെ വ്യാജ വർത്തമാനം, മാനവജാതിയെ വഞ്ചിക്കത്തക്കവണ്ണം കൈക്കൂലി വാങ്ങി അവരത് അനുസരിക്കുമ്പോൾ മറ്റൊരു വശത്ത് ജീവൻ പോലും വെച്ചു കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിഞ്ഞ സഹോദരിമാർ അവിടെ നിന്നാണ് വിശ്വാസത്തിൻ്റെതായിട്ടുള്ള വാർത്ത, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വാർത്ത, പുനരുത്ഥാനത്തിൻ്റെ വാർത്ത വ്യാപരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതിൽ വിശ്വസിക്കുന്നു, കള്ളത്തിൽ വിശ്വസിക്കുന്നുവോ സത്യത്തിൽ വിശ്വസിക്കുന്നുവോ അത് ഓരോരുത്തർക്കും അറിയാം. സ്തോത്രം. അപ്പോൾ ഇനി റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റു മഹിമയുടെ വലത്തും ഡിവൈൻ ഗവൺമെൻറ് മാനവജാതിയുടെ സ്നേഹത്തിനനുസരിച്ചുകൊണ്ട് എങ്ങനെ മാനവജാതിയെ രക്ഷിക്കുമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കി. ദ കവനൻ്റ് ഓഫ് റിഡംപ്ഷൻ, പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി നിവർത്തിച്ചു, മാനവജാതിക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തമായി തീർന്നു. അവന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഡിവൈൻ ഗവൺമെൻറ് പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. നിനക്ക് നിൻ്റെ മേലുള്ള ശിക്ഷയെ മാറ്റി കിട്ടണമെങ്കിൽ ഇതാ ഉയർത്തെഴുന്നേറ്റവൻ്റെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ, ജസ്റ്റ് വിശ്വസിക്കുകയല്ല, നിന്നിൽ വാഴുവാൻ സ്വീകരിച്ച് അവരുമായിട്ട് ഒന്നായി ചേർന്നുകൊള്ളുക. എങ്ങനെ? അനുസരണത്തിൽ ഒന്നായി ചേർന്നുകൊള്ളുക. നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. മറ്റൊരുവൻ തലയിൽ കൈ വയ്ക്കേണ്ട. എന്നെ ഒരു ഉപദേശി അല്ലെങ്കിൽ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോൾ എന്നിൽ നിന്ന് വരുന്ന റിയാക്ഷൻ എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം. അതിനെയാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ടത്. അല്ലാത്തോടത്തോളം പ്രാണനും ആത്മാവും നരകത്തിൽ പോകും. ഞാൻ സ്നാനപ്പെട്ടു രക്ഷപ്പെട്ടു പറഞ്ഞതാണ്, അയ്യോ ഞാൻ നിൽക്കുകയും വിട്ടുകളഞ്ഞ് ഇറങ്ങി വന്നതാണ്, കർത്താവേ എനിക്ക് എന്തു പറ്റി, എന്നെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയാനിടയാകരുത്. അപ്പോൾ റോമാലേഖനത്തിൽ പറഞ്ഞ 8-ാം അധ്യായത്തിന് 1 തുടങ്ങി പറയുന്നത് എന്താണ്? ഇപ്പോൾ, അതുകൊണ്ട് എന്ന കാര്യമാണ് ചാപ്റ്റർ 1 to 7 വരെ വിവരിക്കുന്നത്. അതുകൊണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സ്തോത്രം. അതായത് പാപത്തിലായിരുന്ന സമയത്ത് നമ്മൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു പ്രമാണമുണ്ടായിരുന്നു. അതായത് നമ്മൾ അടിമപ്പെട്ടവരായിരുന്നു. നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്,
നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാപം നമ്മുടെ മേൽ വാണ്. അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഡിഫറെൻറ്റ് രീതികളാണ്. ചിലർ മദ്യപാനം, ചിലർ വേശ്യാപ്രവൃത്തി, ചിലർ വിഗ്രഹാരാധന, ചിലർ പാരമ്പര്യങ്ങൾ, പല പല കാര്യങ്ങളും പറഞ്ഞ് പാപത്തിന് അടിമകളായിരിക്കുകയാണ്. അതിൻ്റെ ക്ലച്ചിൽ നിന്ന് വിടുവിക്കുവാൻ, അതിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ മനുഷ്യന് സ്വയമായിട്ട് സാധ്യമല്ല എന്ന് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. എന്നിട്ടാണ് ദൈവത്തിൻ്റെ നീതി അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിനെ വിശ്വാസമൂലം സൗജന്യമായി നീതീകരിക്കാമെന്ന ഗിഫ്റ്റ് പ്രോമിസ് ചെയ്ത് അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ഒരു ക്രൂശ് ഉണ്ടാക്കിയിട്ട് അതിന്മേൽ ഒരു മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് കോമളനായ രൂപമുണ്ടാക്കി കൈമേലും കാൽമേലും ആണി കാലയിലും ആണി തറച്ച് വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊന്നും ഫെയ്ത്ത് നടക്കുന്നില്ല. പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. യെസ്, എൻ്റെ ഉള്ളിൽ നടക്കുന്നത് പാപത്തിൻ്റെ പ്രവൃത്തിയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എനിക്ക് രക്ഷ പ്രാപിക്കേണ്ട ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എന്നെ പാപം അടിമപ്പെടുത്തിയിരിക്കുന്നു. ഇത് അവിശ്വാസികളെ സംബന്ധിക്കുന്ന കാര്യമാണ്. എന്നിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ പാപയാഗമായിട്ട് തന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ കേൾക്കുന്നവരെയും, ബൈബിൾ വായിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കി കൊടുക്കുന്നത് നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് മറ്റൊരുവൻ, നിന്നെ സൃഷ്ടിച്ചവൻ തന്നെ, ഈ നിയമം തന്നവൻ തന്നെ നിനക്ക് പകരമായിട്ട് നിന്നെപ്പോലുള്ള ശരീരത്തിലും പ്രാണനും ആത്മാവിലും വെളിപ്പെട്ട് നിനക്ക് പകരമായിട്ട് പാപയാഗമായി തീർന്നു. നീ അവനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചാൽ നിന്നിലുള്ള ആ ബന്ധനം, അല്ലെങ്കിൽ നിന്നിലുള്ള ആ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായി തീരാം. ഇതാണ് സുവിശേഷത്തിൻ്റെ കാതൽ. അങ്ങനെ സ്വീകരിച്ച ഒരാൾക്ക് സംഭവിക്കുന്നതാണ് വീണ്ടും ജനനം. അങ്ങനെ ക്രിസ്തുവുമായിട്ട് ഇതുവരെ ഞാൻ പാപത്തിൻ്റെ ദാസനായിത്തീരുന്നു, ഞാൻ അനുസരണക്കേടുന്ന മകനും മകളായിരുന്നു, ഞാൻ ഇനി അനുസരണത്തിൻ്റെ മകനായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് ക്രിസ്തു ഒരു ഓഫർ തരുന്നത്, ഞാൻ നിന്നെപ്പോലെ തന്നെ മനുഷ്യനായിട്ട് പൂർണ്ണ അനുസരണമുള്ളവനായി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ പൂർണ്ണ അനുസരണമുള്ളവനായിട്ട് ജീവിച്ചു, ദൈവനീതിക്ക് തൃപ്തി വരുത്തി. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ എന്നെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച ഞാൻ നിന്നെ അനുസരണത്തിൽ തികഞ്ഞവളായിട്ട് പഠിപ്പിച്ചെടുക്കാം. ആ ഒരു പ്രോമിസ് സ്വീകരിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. അല്ലാതെ നമുക്ക് കുറേ നന്മ കിട്ടുവാനോ, ഈ ലോകത്തിൽ ജീവിതം സൗകര്യമായിട്ട് ജീവിക്കുവാനോ, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനോ, ഭൗതിക കാര്യങ്ങളിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ, കുറേ ആശ്വാസകരമായ ജീവൻ പ്രാപിക്കുവാനോ അല്ല. ഉയർത്തെന്നിട്ട ക്രിസ്തുവുമായിട്ട് ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് അനുസരണത്തിൽ ഞാൻ പൂർണ്ണനാകുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നു. എൻ്റെ ബലഹീനതകൾക്കും ഇത് അവൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞ് എന്നെ അനുസരണത്തിൽ തികഞ്ഞവളാക്കി തീർക്കണം എന്നുള്ള പ്രത്യാശയോടു കൂടിയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. അതുവരെയുമുള്ള സ്ഥാനങ്ങളും അരികളും മാമോദിസയും കാര്യങ്ങളൊക്കെ വേസ്റ്റാണ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് വിശ്വാസത്തിൽ ഒന്നായി തീർന്ന് ഫസ്റ്റ് ഒബീഡിയൻസ് ആണ് വിശ്വാസ സ്നാനം എന്നുള്ളത്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം എന്ന് പറയുന്നത്. എൻ്റെ പഴയ മനുഷ്യൻ, ശിക്ഷാർഹമായ മനുഷ്യനെ ഞാനിതാ കുഴിച്ചിടുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു. ഇനിയുള്ള ജീവിതം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയോടുകൂടി ഞാൻ ജീവിക്കും. അത് നമ്മുടെ കഴിവല്ല. അകത്തിരിക്കുന്ന ക്രിസ്തു നമ്മെ യൂസ് ചെയ്തുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ജയജീവിതം നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അതിനെ വെള്ളത്തിൽ പ്രകടിപ്പിക്കുന്നതാണ്, സിഗ്നിഫൈ ചെയ്യുന്നതാണ് വിശ്വാസ സ്നാനം. എന്നിട്ട് പറയുകയാണ് റോമാലേഖനത്തിൽ, ഇപ്പോൾ അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടന്നതുകൊണ്ട് ഇപ്പോൾ ലൈവായിട്ട് പറയാണ്, പ്രസന്റ് ടെൻസിൽ പറയാണ്, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദ സെക്കൻഡ് യു ഡിപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ്, ദ മൂമെന്റ്, വിശ്വാസിയാണ്, സ്നാനപ്പെട്ടു, അന്യഭാഷ ആരാധിക്കുന്നതാണ്, ശുശ്രൂഷിക്കുന്നവനായിരിക്കാം, പക്ഷേ ദ മൂമെന്റ് യു ഡിപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ്, ഡിവൈൻ ഗവൺമെന്റ് ഉടനെ നിത്യമായ മരണം എന്ന ശിക്ഷ വിധിക്കും. ഡിവൈൻ ഗവൺമെന്റ് ലോയ്ക്ക് മാറ്റമില്ല. ഒരു ഓപ്ഷനുണ്ട്, മാനസാന്തരപ്പെട്ട്. അതാണ് എഫെസ്യ സഭയുടെ ദൂതനെ ഓർപ്പിച്ചത്. നീ ഏതിൽ വീണിരിക്കുന്നെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വിശ്വാസത്തിൽ വീണിട്ടുണ്ടോ, ക്രിസ്തീയ ജീവിതത്തിൽ വീണിട്ടുണ്ടോ, വീണിരിക്കുന്ന എനിക്ക് വ്യക്തമായിട്ട് നിന്റെ സോൾ നിനക്ക് വെളിപ്പെടുത്തി തരും. ഉടനെ കർത്താവെ അത് അക്സെപ്റ്റ് ചെയ്യുക. ഉടനെ കർത്താവെ ഐ അക്നോളജ് ദാറ്റ്, ഐ അക്സെപ്റ്റ് ദാറ്റ്, ഞാൻ ഇന്ന കാര്യങ്ങൾ വീണിരിക്കുകയാണ്. ഞാൻ എൻ്റെ സെൽഫിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു സെൽഫാണെന്ന്, പക്ഷേ അതിനെ ഭരിക്കുന്നത് പാപം. ഇതിൻ്റെ ഏതും തൊട്ട് സംഭവിച്ചത്. പിന്നെ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഏതിൽ വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് വീണ്ടും ക്രിസ്തുവുമായിട്ട് നിരക്കുക.
അതിനുവേണ്ടി അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. ഇതിനപ്പുറം അതൊരു ഇല്ല. വേറൊരു പ്രവൃത്തി കൊണ്ടും നിത്യജീവനെ പ്രാപിക്കാൻ സാധ്യമല്ല. അതെങ്ങനെ നടത്തിയെടുത്തു എന്ന കാര്യമാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ ഉടമ്പടി, അതായത് സ്നാനപ്പെട്ട് വിശ്വസിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് വീണ്ടും ജന്മം പ്രാപിക്കുന്ന വ്യക്തി ഒരു ഉടമ്പടി ചെയ്യുന്നത് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവും ആ പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ടുമാണ്. ഒരു മതമായിട്ടോ ഒരു സഭയായിട്ടോ ഒരു പാസ്റ്ററായിട്ടോ ആരുമായിട്ടോ അല്ല, ഞാനുമായിട്ടോ അല്ല. ആരും ഉടമ്പടി ചെയ്യല്ലേ. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് ദൈവം ചേർത്ത് നിർത്തും. അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി ശരീരത്തോട് സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ഉടമ്പടി കണ്ടീഷനിലാണ്. ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ടോ രക്ഷപ്പെട്ട് പറഞ്ഞതുകൊണ്ടോ പരിശുദ്ധാത്മ നിവൃത്തി പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ചിന്തിച്ചിരിക്കേണ്ട. ഓൾവേസ് ക്രിസ്തുവുമായിട്ട് ഒബീഡിയൻസ് തികഞ്ഞു വന്നാൽ മാത്രമേ നിത്യതയിലേക്ക് ക്രിസ്തുവിനോട് കൂടിയുള്ള പ്രവേശനമുള്ളൂ. നിത്യത അല്ലാത്തതുണ്ട്, ഇത് നരകത്തിലായിരിക്കുന്നു മാത്രം. അപ്പോൾ ആ വ്യക്തിപരമായിട്ടുള്ള കവനൻറ്റ്, അതാണ് പുതിയ നിയമത്തിൻ്റെ ബ്ലഡ് സീൽ ചെയ്ത കവനൻറ്റ് എന്ന് പറയുന്നത്. ക്രിസ്തുവുമായിട്ട് പേഴ്സണലായിട്ടുള്ള കവനൻറ്റ് ഓരോ വ്യക്തിയുമായിട്ട് ചെയ്യുന്നതാണ്. ഒരു സഭയോ ഒരു പാസ്റ്ററോ ഒരു ഡിനോമിനേഷൻ ചെയ്യുന്നതല്ല. ഒരു സഭയ്ക്ക് നിങ്ങൾ രക്ഷിക്കാൻ സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല. ബട്ട് ക്രൈസ്റ്റ് ഓൺലി. ഉയർത്തെഴുന്നേറ്റവന് ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും. ഞാൻ ഇപ്പോൾ ആരെയാണ് അനുസരിക്കുന്നത്? എൻ്റെ സെൽഫിനെയാണോ, എൻ്റെ ഫ്ലഷിനെയാണോ, ദുഷ്ടാത്മാക്കളെയാണോ? നിങ്ങൾക്ക് തന്നെ നല്ലവണ്ണം മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം തുടങ്ങിയുള്ള കാര്യങ്ങൾ. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് കുറച്ചധികം സ്ട്രഗിൾ ഉണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫ്ലഷ് എന്നുള്ള വേർഡ് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം. ഈ ശരീരം, പ്രാണൻ, ആത്മാവ് എന്ന വിഷയം പഠിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് 1 തെസ്സലോനിക്കർ 5:23 പറയുന്നത് പോലെ കർത്താവിൻ്റെ വരവെങ്കിലും നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും ശരീരവും അനിന്യമായിട്ട് വെളിപ്പെടണം. ഫ്രൈഡേ മീറ്റിങ്ങിന് അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ ആത്മാവ് മാത്രം, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചപ്പോൾ അവൻ ജീവനുള്ളവനാണ്. നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിലെ ഫെല്ലോഷിപ്പിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നത് മുഖാന്തരം, അല്ലെങ്കിൽ കെടുന്ന ബീജമല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായിട്ടുള്ള ദൈവവചനം എന്ന് പറഞ്ഞ വേർഡ്സ് അല്ല. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് ജീവിച്ചു. അത് കഴിഞ്ഞ ഫ്രൈഡേ ക്ലാസ്സിൽ വ്യക്തമാക്കിയതാണ്. ആ ഹ്യൂമൻ സ്പിരിറ്റ് ജീവിച്ചു. എന്നാൽ നിങ്ങളുടെ സോളും ബോഡിക്കും ഇനി രൂപാന്തരം നടക്കേണ്ടതുണ്ട്. ശരീരത്തിൻ്റെ രൂപാന്തരം അത് ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം പ്രകാരം കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ അവരാണ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നത്. എന്നാൽ നമ്മുടെ പ്രാണന്റെ രൂപാന്തരം നാമും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഇവിടെയാണ് വിശ്വാസ ജീവിതത്തിൽ അനേകർക്ക് ദഹിക്കാത്തൊരു കാര്യം, അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യം. കാരണം കുറച്ച് വില കൊടുക്കേണ്ട പരിപാടിയാണ്. നമ്മുടെ പ്രാണന്റെ പല ഡിസയേഴ്സിനെയും ക്രൂസിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ഇത് നമുക്ക് എവിടേക്കാണ് എൻ്റെ പ്രാണൻ അടിമപ്പെട്ടിരിക്കുന്നത്, ഏതെല്ലാം ഡിസയേഴ്സിലാണ് എൻ്റെ പ്രാണൻ കെട്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാത്തോടത്തോളം നിങ്ങൾക്കത് മനസ്സിലാകുകയില്ല. ഇനിയുള്ള ക്ലാസ്സിൽ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതിനൊക്കെ നിങ്ങളുടെ അകത്തിരിക്കുന്ന ഈ ഫ്ലഷ് എന്ന വേർഡ് തന്നെ ആദ്യം മനസ്സിലാക്കി തരാം. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചപ്പോൾ മുൻപ് പാപത്തിൽ മരിച്ചിരുന്ന നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതിനെ വീണ്ടും അടിമപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാണനിൽ വസിക്കുന്ന ഫ്ലഷ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് സിൻഫുൾ നേച്ചർ, അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് ഇല്ലാത്തതായ നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നതാണ് ഫ്ലഷ്. മനസ്സിലാക്കിയെടുക്കുക.
പരിശുദ്ധാത്മാവ് ഇല്ലാത്തതായ നമ്മുടെ ഹ്യൂമൻ നേച്ചറിന് പറയുന്നതാണ് ഫ്ലഷ്. അതിന് അനേകമായിട്ടുള്ള ഡിസയേഴ്സ് ഉണ്ട്. ഈ ലോകത്തിനോട് ചേരുന്ന ഡിസയേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രൈഡ് ഇടാവുന്ന ഡിസയേഴ്സ് ഉണ്ട്. അനേകം ബൈബിളിൽ എഴുതാത്തതായിട്ടുള്ള അനേകമുണ്ട്. കാരണം അതൊരു സ്പിരിച്വൽ ബീയിങ് ആണ്. അത് പല വിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻ നടത്തും. ബൈബിൾ എഴുതണമെങ്കിൽ ഈ ലോകം മുഴുവൻ നിറയുന്ന ബൈബിളുകൾ എഴുതണം. എന്നാലും പുതിയത് കൊണ്ടുവരും. അപ്പോൾ എവിടെ എഴുതും? അപ്പോസ്തലൻ പൗലോസ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 തുടങ്ങി 21 വാക്യങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ ഒരു 17 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രം എൻ്റെ ഇല്ല, ഒന്ന് നോക്കിയാൽ മതിയോ? നോ, തൗസൻഡ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ബൈബിളിൽ എഴുതി കിട്ടുകയില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സ്തോത്രം. അതെല്ലാം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അപ്പോൾ ഈ റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന് 5 തുടങ്ങിയുള്ള വാക്യങ്ങൾ നാം എന്തുകൊണ്ട് ശരിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയണം എന്ന ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തിനാണ് അതിൻ്റെ ആവശ്യകത എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യം പറഞ്ഞ് നമ്മുടെ ആത്മാവ് ജീവിച്ചു, നമ്മുടെ പ്രാണനിൽ ഫ്ലഷ് ഉള്ളത് കൊണ്ട് ഇനിയും അതിൻ്റെ രൂപാന്തരം നടക്കണമെങ്കിൽ ഈ ഫ്ലഷിനെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സമയങ്ങളിലൊക്കെയും അതിനെ ക്രൂസിഫൈ ചെയ്യുവാൻ, അതിനെ ഡിനൈ ചെയ്യുവാൻ, അവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുവാൻ നാം തയ്യാറാകണം. അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചത് കൊണ്ടോ കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഇൻവൈറ്റ് ചെയ്തു, ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ വന്നു. അവരുമായിട്ട് ഒബീഡിയൻസിൽ ഒന്നായി ചേർന്ന് കൊള്ളാം എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് അവരുമായിട്ടൊരു ഉടമ്പടിയിൽ ദ കവനന്റ് ഓഫ് ഗ്രേസിൽ അവൻ്റെ ബ്ലഡ് കൊണ്ട് സീൽ ചെയ്ത് നമ്മൾ പ്രവേശിച്ചത്. എന്നിട്ട് അവൻ അനുസരിക്കുന്നില്ലെങ്കിലോ അഗൈൻ ഗോയിങ് ബാക്ക്, വീണ്ടും പാപത്തിൻ്റെ അടിമത്തത്തിൽ പോവുകയാണ്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതും എന്നാൽ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാം. എങ്ങനെ? ക്രിസ്തുവിൻ്റെ ആത്മാവിന് നമ്മൾ ഈൽഡ് ചെയ്യുകയാണെങ്കിൽ, കീഴ്പ്പെടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പോകാം. സ്തോത്രം. അപ്പോൾ ഇനി റോമാലേഖനം 8-ാം അധ്യായത്തിന് മുന്നോട്ട് ചിന്തിക്കണമെങ്കിൽ അതിൻ്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനെ റീഫോം ചെയ്തെടുക്കണം, റീവൈവ് ചെയ്തെടുക്കണം. നല്ല വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ റീവൈവ് ചെയ്തെടുക്കണം. കാരണം അതിനകത്ത് ഫ്ലഷ് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഫ്ലഷ് എന്ന വേർഡ് നമ്മൾ മലയാളത്തിലെ ജഡമെന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്ലഷ് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് പല അർത്ഥങ്ങളിലാണ്. ഇത് ഈ പാഠങ്ങൾ പഠിച്ചിട്ടുള്ള പലവരെയും എനിക്കറിയാം. പലരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയത് കൊണ്ട് ഫെയിലായി കിടക്കുന്നവരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോടെ പറയുന്നത്, ആരെയും ഇമിറ്റേറ്റ് ചെയ്യരുത്. ഈ പാഠങ്ങൾ പഠിപ്പിക്കുകയോ ഇതിനെക്കുറിച്ച് ജീവിതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പുസ്തകങ്ങളിലോ മറ്റു വീഡിയോകളിലോ നിങ്ങൾ കാണുന്ന ആരെയും ഇമിറ്റേറ്റ് ചെയ്യാതെ, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വചനങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എനിക്ക് അനുകാരികളായി തീരുവിൻ എന്ന് പറഞ്ഞിട്ടില്ലയോ? അക്കേറ്റ് നിങ്ങൾക്ക് വചനങ്ങൾ കൊണ്ടുവരാം. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ സ്വീകരിച്ചതായ പരിശുദ്ധാത്മാവ് നിങ്ങളെ എങ്ങനെ നടത്തുവാൻ ആഗ്രഹിക്കുന്നെന്ന് ആ പേഴ്സണൽ റിലേഷനിൽ എൻ്റർ ചെയ്ത് നിങ്ങൾ വ്യക്തിപരമായിട്ട് ഓരോ സ്റ്റെപ്പിലും മനസ്സിലാക്കി വളരെ സാവധാനതയോടും വളരെ ജാഗ്രതയോടും കൂടെ മുന്നേറിയാൽ മാത്രമേ നിങ്ങളുടെ രക്ഷ നടപ്പിലാകുകയുള്ളൂ. എന്നാൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്കൊരു പ്രബോധനമായിട്ട് എടുക്കാം. ഇങ്ങനെ വിഷയങ്ങൾ വന്നപ്പോൾ ഇന്ന ദേവദാസൻ എങ്ങനെയാണ് ജയം പ്രാപിച്ചത്, ഇന്നൊരു വിഷയം വന്നപ്പോൾ എങ്ങനെയാണ് ജയം പ്രാപിച്ചത്. അവരൊക്കെ തന്നെ ക്രിസ്തുവിൻ്റെ ആത്മാവിന് ഈൽഡ് ചെയ്തു, കീഴ്പ്പെട്ടു. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവിടെ ഉയർത്തെഴുന്നേറ്റ് അവന് ക്രിസ്തുവിനെ റിവീൽ ചെയ്തപ്പോൾ അവർക്ക് ആ വിഷയങ്ങളും ജയം പ്രാപിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഫ്ലഷ് എന്ന വാക്ക് സാർഗ്, SARX, സാർഗ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഫ്ലഷ് എന്ന വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പലയിടത്തും ഈ ഫ്ലഷ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, അല്ലെങ്കിൽ ഗ്രീക്കിൽ സോമ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്, SOMA, സോമ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നിങ്ങൾക്കറിയാമല്ലോ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി. ഇവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ദ വേർഡ് വാസ് മാൻ മെയ്ഡ് ഫ്ലഷ്. അപ്പോൾ ഫ്ലഷ് എന്ന വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത് പങ്കിലമായി തീർന്ന അല്ലെങ്കിൽ നമ്മുടെ സിൻഫുൾ നേച്ചർ ആയിരിക്കുന്ന ഒരു ഫ്ലഷിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കോമൺ സെൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്തോത്രം. നമ്മുടെ കോമൺ സെൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്
അവിടെ വചനം ജഡമായി തീർന്ന്, അല്ലെങ്കിൽ ഫ്ലഷ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹ്യൂമൻ ബോഡിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കുള്ളതുപോലെ, മാനവജാതിക്കുള്ളതുപോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളതായിട്ടുള്ള ഹ്യൂമൻ ബോഡി. അപ്പൊ നിങ്ങൾ ഓരോ ഇൻസ്റ്റൻസിലും ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്, ജഡം എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് അർത്ഥത്തിലുള്ളതെന്ന് ആദ്യമേ മനസ്സിലാക്കണം. അപ്പോസ്തലനായ പൗലോസ് സാർക്ക് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചർ. നമുക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്ന് ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് വായിക്കാം. ഞാൻ ആംപ്ലിഫൈഡ് ബൈബിൾ ഒന്ന് എടുക്കാം. ആംപ്ലിഫൈഡ് ബൈബിൾ 8-ാം അധ്യായത്തിന് വേഴ്സ് 5. For those who are according to the flesh and are controlled by its unholy desires. അപ്പോൾ ഇവിടെ ഫ്ലഷ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൂടാതെയുള്ള നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ പറഞ്ഞിരിക്കുന്നതാണ്. വീണ്ടും ഞാൻ വായിക്കുന്നത്, for those who are according to the flesh and are controlled by its unholy desires set their minds on the and pursue those things which gratify the flesh. അപ്പോൾ അവിടെ പറഞ്ഞ ഫ്ലഷ് എന്ന് പറയുന്ന കർത്താവിനുണ്ടായ ഫ്ലഷ് പോലെയുള്ള ഫ്ലഷ് ആണോ? വചനം ജഡമായി തീർന്നു എന്താ ജഡം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്? സിൻഫുൾ നേച്ചർ ഓഫ് ഹ്യൂമൻ ബോഡി. ബട്ട് those who are according to the spirit and are controlled by the desires of the Holy Spirit set their minds and seek those things which gratify the Holy Spirit. Now the mind of the flesh, which is sense and reason without the Holy Spirit. ഈ ഫ്ലഷ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ആംപ്ലിഫൈഡ് എക്സ്പ്ലനേഷൻ ആണ് which is sense and reason without the Holy Spirit. ഇത് കണ്ട് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് കൊണ്ടു നടന്ന സാധനം തന്നെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വരുന്നതിന് മുമ്പേ നാം താലോലിച്ച് കൊണ്ടു നടന്ന സാധനം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ക്ലച്ച്, പാപത്തിന്റെ ക്ലച്ച് നമ്മളിൽ നിന്ന് വിട്ടു നാം ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ. എന്നാൽ നമ്മുടെ പ്രാണനിൽ അത്ര സിൻഫുൾ നേച്ചർ നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. അത് എപ്പോഴും അതാ പറഞ്ഞത്, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. റോമാലയം തന്നെ സ്തോത്രം, നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷ് കൂടി ചേർന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 14. കർത്താവ് യേശുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പൊ പാപം നടക്കുന്നത് എങ്ങനെയാണ്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത് എന്ന് പറഞ്ഞത് നമ്മുടെ ഓൾഡ് സിൻഫുൾ നേച്ചേഴ്സിനെ ഗ്രാറ്റിഫൈ തെക്കുമുള്ള തോട്ട്സ് കടന്നു വരുമ്പോൾ മോഹം ജനിക്കാം. അപ്പോൾ അത് കടന്നു വരുമ്പോൾ തന്നെ അവിടെ ബ്രേക്ക് ചെയ്യുക. അതിനുള്ള നാച്ചുറൽ എബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആ കഴിവുണ്ട്. ഒരാള് മറ്റൊരാൾ, ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പ്ലനേഷനിലേക്ക് വരാം. അപ്പൊ ഈ ഫ്ലഷ് എന്ന വേർഡിനെ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു വാക്കുകൂടെ പറയാം. 1 Corinthians chapter 9 1 Corinthians chapter 9 verse 27 ആയിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ബോഡി എന്ന വാക്കാണ്. ഗ്രീക്ക് ഭാഷയിൽ സോമ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു പറഞ്ഞ പൗലോസ് ഈ സന്യാസിമാരൊക്കെ ചെയ്യുന്നത് പോലെ ശരീരത്തെ വല്ല ചാട്ടയൊക്കെ എടുത്ത് അടിച്ച് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അവൻ്റെ ശരീരത്തെ അല്ല ഓൾഡ് സിൻഫുൾ നേച്ചേഴ്സ് വരുമ്പോൾ അതിനെ ക്രൂശിച്ചിട്ട് അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാതെ വേണം അതിനെ അടിമപ്പെടുത്തി വെക്കുക. ഇതിൽ ജയിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നടത്താൻ സാധിക്കുകയുള്ളൂ. നീ ഒരു നല്ലവനാണ് നല്ലവളാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ഇതിനെ സ്വർഗത്തിലേക്ക് എടുക്കാൻ സാധ്യമല്ല. സ്വർഗത്തിലേക്ക് എടുക്കണമെങ്കിൽ you must be 100% obedient to the divine law.
നിന്നിൽ വസിക്കുവാൻ നീ ക്ഷണിച്ചു വരുത്തിയ ക്രിസ്തുവിന് ഫുള്ളി ഒബീഡിയന്റ് ആയി തീരണം. നിങ്ങളുടെ ഹ്യൂമൻ നേച്ചർ കൊണ്ട് അത് സാധ്യമല്ല. ഹ്യൂമൻ നേച്ചർ കൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ അത് നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഫ്ലഷ് എന്ന വാക്ക് ഓരോരോ കണ്ടസ്റ്റിലും എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ബോഡി എന്ന അർത്ഥത്തിലാണോ, അല്ലെങ്കിൽ സിൻഫുൾ നേച്ചറുള്ളതായിട്ടുള്ള പഴയ മനുഷ്യനെ പോലെയുള്ള വേൾഡിലേക്കും അല്ലെങ്കിൽ സിന്നിലേക്കും നമ്മൾ ടെംപ്റ്റ് ചെയ്യുന്ന മീനിങ്ങിലാണോ ഉപയോഗിച്ചിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ശരിയായ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ. അനേക ദൈവദാസന്മാരുടെ വാക്ക് കേട്ട് ജീവിതത്തിന്റെ സാധാരണ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പലർക്കും ഭയമാണ്. ഇത് പരിശുദ്ധാത്മാവാണോ, ഫ്ലഷ് ആണോ, ആത്മാവാണോ, ഫ്ലഷ് ആണോ, ജഡമാണോ? നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് സകല ശക്തിയേക്കാളും, നിങ്ങളെക്കാളും, നിങ്ങളുള്ള ഫ്ലഷിനേക്കാളും, സേറ്റാനിക് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് വന്നാലും അതിനേക്കാളും മേധയാണ്. അതാണ് സംഗീതക്കാരൻ പാടിയത്. ഒരു സൈന്യം എനിക്കെതിരെ പാളയം പടങ്ങി വന്നാലും, ഒരു സൈന്യം, ഒരു ആത്മാവ് മാത്രമല്ല, ഒരു സൈന്യം എനിക്കെതിരെ വന്നാലും ഞാൻ നിർഭയരായിരിക്കും, നീ എന്നിൽ വസിക്കുന്നുവല്ലോ. അത് പ്രാക്ടിക്കൽ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ അനേക കാര്യങ്ങൾ നോക്കി, ആസയുടെ വിഷയത്തില്, ജഹോശാഫാത്തിന്റെ വിഷയത്തില്, അതേപോലെ തന്നെ ഹിസ്കിയാവിന്റെ വിഷയത്തില് അസുരൻ കടന്നു വന്നപ്പോൾ ജഹോശാഫാത്തിനെതിരായിട്ട് വലിയ രാജാക്കന്മാർ വലിയൊരു സൈന്യമായിട്ട് കടന്നു വന്നപ്പോൾ അവന് തന്നെത്താൻ മനസ്സിൽ, ഞാൻ ഇവന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല, യഹോവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെത്താനെ താഴ്ത്തിയപ്പോൾ ദൈവം തന്നെ അവൻ ശത്രുക്കളെ അടിച്ച് തീർത്തികൾ അവർ തമ്മിൽ അടിച്ച് തകരാൻ കാരണമായി തീർന്നു. ആസിഡല്ലേ കൂശൻ എന്ന് പറഞ്ഞാൽ എത്യോപ്യക്കാരൻ. അവന് ഈ കറുത്ത നിറം, അവന്റെ സ്കിന്നിന്റെ നിറം മാറുകയില്ല. അതേപോലെ ചില സ്പിരിറ്റുകളുടെ സ്വഭാവം, ചില ആൾക്കാരുടെ സ്വഭാവം മാറുകയില്ല. അത്തരം സ്വഭാവങ്ങൾ വരുമ്പോൾ യഹോവയെ ഇത്രയും വലിയ ശക്തിയോടെ എതിർക്കാൻ ഞാൻ എന്തോ ഉള്ളതെന്ന് ആസ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ യഹോവ എന്ത് ചെയ്തു? കൂശിനെ ആസയുടെ മുമ്പിൽ തോൽക്കുമാറാക്കി. അപ്പൊ നാം കർത്താവിൽ ആസ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് എഴുതി തന്നിരിക്കുകയാണ്. ഇതെല്ലാം വരാതെ കാക്കുന്ന ഒരു കാര്യമല്ല ക്രിസ്തീയ ജീവിതം. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരും. നമുക്ക് ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പഴയ നിയമത്തിൽ ഓരോ സംഭവങ്ങളായിട്ട് കടന്നു വന്നത്. അനേകരെ പഠിപ്പിക്കുന്നത് പോള് തന്റെ പഴയ കാര്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. പുതിയ വിശ്വാസിക്ക് രക്ഷിക്കപ്പെട്ട ശേഷം ഇങ്ങനെ ഒരു സംഭവമില്ല, ഫ്ലഷ് എന്നൊരു സംഭവമില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. വെറും ബോഷ്കാണ്. അവരിത് എൻട്രി ചെയ്തിട്ടേ ഇല്ല. അവർ ഉയർത്തെന്നിട്ട് ക്രിസ്തുവിനെ ഹൃദയത്തെ സ്വീകരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. ബുദ്ധി കൊണ്ട് പുറ തിയറികൾ എഴുതി വെച്ചതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ റോമാലേഖനം 8-ാം അധ്യായത്തിന് 5-ാം വാക്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്തോത്രം, എന്നെ നിയന്ത്രിക്കുന്ന ആരാണ്? ഇത് ശരിക്കും മനസ്സിലാക്കി വെറുതെ വേവ് ചെയ്യേണ്ട. ജഡമാണോ? എന്തൊരു കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് വേറെ തോട്ട് വരും, അയ്യോ ഇത് ജഡമാണോ, ഇത് ആത്മാവാണോ? ജഡമാണോ, ആത്മാവ്? നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത് സ്വർഗത്തിനു മുമ്പിൽ സകല അധികാരമുള്ളവനാണ്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതയാണ്. നിങ്ങൾ അവന് ഈൽഡ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് തന്നെ മനസ്സിലാകും, ഞാൻ ആർക്കാണ് ഇപ്പോൾ ഈൽഡ് ചെയ്തിരിക്കുന്നത്, ആരുടെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ജഡത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നില്ല. അവിടെ ഇവിടെയായിട്ട് നിങ്ങൾ അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പക, പിണക്കം, ജാരശങ്ക, കോപം, ക്രോധമൊക്കെ വന്ന് നിങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ തന്നെത്താരെ അതിനെ കീറിക്കളയുക. എങ്ങനെ കീറിക്കളയാൻ പറ്റും? അതാണ് താഴെ ഞാൻ വിവരിക്കാൻ പറയുന്നത്. സ്തോത്രം, നമ്മൾ 2 നേച്ചറുണ്ട്. ഒന്ന് നമ്മുടെ ബോഡി, ഡിസയേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. ആഹാരം, വെള്ളം കുടിക്കാമെന്ന്, വെള്ളം തായ്ക്കണം. അതിന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ട കാര്യമില്ല. നിനക്കൊരു ഇൻസ്പിറേഷൻ തരുന്നത്, വെള്ളം തായ്ക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനുള്ള കഴിവ്, നാച്ചുറൽ എബിലിറ്റി നിനക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അത് ബോഡി റിക്വയർമെൻറ്റ്സ് ആണ്. എന്നാൽ മറ്റൊന്നുണ്ട്, ഫ്ലഷ് എന്ന് പറയുന്നത് സിൻഫുൾ നേച്ചർ. അതിനെ ഓവർകം ചെയ്യാൻ നിന്റെ ഹ്യൂമൻ നേച്ചർ കൊണ്ട് സാധ്യമല്ല. അതിനാണ് നിനക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ആവശ്യം. സ്തോത്രം. ഞാൻ ഒന്ന് വായിക്കുകയാണ്. സ്തോത്രം. The Greek word, however, reminds us that there are 2 sides to being people of flesh. On one hand, we are human and we can't change that. It's a creation of God. അവൻ സൃഷ്ടിച്ചപ്പോൾ തന്റെ സ്വരൂപത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതാണ്, നല്ലതെന്ന് കണ്ടതാണ്. It's a creation of God and it needs many things.
ഓൺ ദ അതർ ഹാൻഡ് വി ആർ സിൻഫുൾ ഹ്യൂമൻസ്. നമ്മൾ രക്ഷിക്കപ്പെട്ടുവെങ്കിലും നമ്മളിൽ ടെംപ്ടേഷൻസ് ഉണ്ട്. ആൻഡ് വി ക്യാൻ ഓൺലി ഓവർകം ദാറ്റ് ടെൻഡൻസി ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നാൽ, ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്ന, അതായത് നിങ്ങളൊരു ഹ്യൂമൻ ബോഡിയുടെ ഉടമയാണ്, അതിൻ്റെതായ റിക്വയർമെന്റ്സ് അതിനുണ്ട്. അത് സിന്നല്ല, അത് ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്, ദൈവം തന്നെ ഇൻസ്റ്റിഗേഷൻ വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഹ്യൂമൻ ബോഡി ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തുടങ്ങി അത് കരയും, ഉടനെ അതിന് പാല് കൊടുക്കും. അത് ചില കരച്ചിൽ നിൽക്കുകയാണെങ്കിൽ അത് വിശന്നിട്ടാണ് മനസ്സിലാക്കും. പിന്നെ അത് വയറ്റിൽ നോവുണ്ടായിട്ട് കരയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പാല് കൊടുത്താൽ കരച്ചിൽ കൂടെയുള്ളൂ. അപ്പോൾ അവന്മാർ മനസ്സിലാക്കി ഇത് വിശപ്പിൻ്റെ അല്ലല്ലോ കുഞ്ഞിന് വേറെ എന്തൊരു കാര്യമുണ്ട്. ഡോക്ടർമാർ അങ്ങനെ കണ്ടിട്ട് അതിനുള്ള പരിഹാരം കൊടുക്കുമ്പോൾ അത് സന്തോഷിക്കും. അങ്ങനെ ആഹാരത്തിന് അത് മുന്നോട്ട് വളർന്നോറും അതിൻ്റെ പരിജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആദ്യം ലഘുവായ ആഹാരങ്ങൾ, പിന്നെ കട്ടിയുള്ള ആഹാരങ്ങൾ, കുറച്ച് കഴിയുമ്പോൾ സ്വയമായിട്ട് ആഹാരം കുക്ക് ചെയ്യാൻ തുടങ്ങും. പിന്നെ ആഹാരങ്ങൾ, ഇഷ്ടമുള്ള ആഹാരങ്ങളും ഇഷ്ടമില്ലാത്ത ആഹാരങ്ങളും തിരിച്ചറിയാൻ തുടങ്ങും. പിന്നെ മറ്റുള്ളവർ കുക്ക് ചെയ്യാൻ തുടങ്ങും. ഇതെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴെങ്കിലും ആഹാരത്തിന് ലഭ്യമല്ലാത്തൊരവസ്ഥ വന്നാൽ മോഷ്ടിച്ചാണെങ്കിലും ആ ശരീരത്തിന് ഡിമാൻഡ് നിവർത്തിക്കും. ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും പോയ്സണസ് ആയിട്ടുള്ള ആഹാരം കഴിച്ചാൽ ആ ശരീരം മരിച്ചു പോകും. ഇത് ദൈവം വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിളാണ്. അതേപോലെ ഇന്റലക്ട്, അറിവെന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ അത് അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പുറത്ത് വരുമ്പോൾ എന്തൊക്കെയോ കാണുന്നു. ഒരു ഹോസ്പിറ്റലിലാണ് ഡെലിവറി നടക്കുന്നെങ്കിൽ അവിടെ കുറേ ലൈറ്റുകൾ കാണുന്നു, കുറേ സാധനങ്ങൾ മൂവ് ചെയ്യുന്ന മനുഷ്യനാണെന്ന് പോലും അറിയില്ല, തന്നെ പോലെയുള്ള ഒരു മനുഷ്യനാണെന്ന് അറിയില്ല. പല രീതിയിലും കാണുമ്പോൾ ഇതെല്ലാം അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഡിസൈർ അതിന്റെ പ്രാണനിൽ ഉരുവാകുകയാണ്. ഇതെന്താണെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് കാക്ക ഇങ്ങനെ കരയുന്നത്, മൈന എന്തുകൊണ്ട് ഇങ്ങനെ കരയുന്നത്, കോഴി എന്തുകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അറിവ് സമ്പാദിക്കുന്ന ഒരു നേച്ചർ നമ്മുടെ സോളിൽ ദൈവം തന്നെ വെച്ചിരിക്കുന്നതാണ്. അത് സിന്നല്ല. അത് മുന്നോട്ട് പോകുന്നതോറും ഈ ലോകത്തുള്ള സകല നോളജും അക്യൂർ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും, അത് റിസർച്ച് ചെയ്യാൻ തുടങ്ങും. ദൈവം വെച്ചിരിക്കുന്ന ഒരു നേച്ചർ, അത് സിന്നല്ല. എന്നാൽ ഈ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നിടത്തില് വ്യാജമായ അറിവിലേക്ക് അത് ചാഞ്ഞു പോവുകയാണെങ്കിലോ ഈ ശരീരം പോയ്സണസ് ആഹാരം കഴിച്ച് മരിച്ചു പോകുന്നത് പോലെ തന്നെ വ്യാജമായ അറിവിൽ കൂടെ അത് സ്വീകരിച്ചാൽ അതിന്റെ സോള് മരിച്ചു പോകും. എന്നാൽ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിന്റെ വാഞ്ച എന്ന് പറയുന്നത് 42-ാം സങ്കീർത്തനത്തില് കുറെ പുത്രന്മാര് പാടിയതുപോലെ എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അപ്പൊ ഹ്യൂമൻ സ്പിരിറ്റിന്റെ ഡിസയർ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമായ ഏക സത്യ ദൈവമായ ക്രിസ്തുവേശു തന്നെയാണ്. ഈ മൂന്ന് കാര്യങ്ങളും നാം നമ്മുടെ കഴിവ് കൊണ്ട് ഫോർമേറ്റ് ചെയ്താൽ ഒരു സമയം വരും, ഞാൻ പറഞ്ഞ ശരീരത്തിന്റെ ആഹാരം നിങ്ങൾ അടിമപ്പെടുത്തി വെക്കരുത്, ഒരു സമയം വരും അത് കിട്ടുന്നത് തിന്നും. ചില കാര്യമുണ്ട്, ചില പർട്ടിക്കുലർ ആഹാരങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. വിശപ്പിന്റെ ആധിക്യം കൂടി കഴിഞ്ഞാൽ മണ്ണ് പോലും വേണമെങ്കിൽ വാരി തിന്നും. അറിവ് സമ്പാദിക്കുന്ന വിഷയത്തിൽ ഞാൻ പഠിക്കില്ല അങ്ങനെ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ അത്യാവശ്യമായ കാര്യം വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളത് അന്വേഷിക്കും. ദൈവം വെച്ചിരുന്ന പ്രിൻസിപ്പിളാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിന്റെ ഡിമാൻഡ്. ഞാൻ ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിന്റെ, പ്രാണന്റെ, ആത്മാവിന്റെ ദൈവം വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിളാണ്. അത് സിന്നല്ല. അനേകർ ഈ പാഠങ്ങൾ പഠിച്ചിട്ട് തെറ്റിപ്പോയിട്ടുള്ളവർ എനിക്കറിയാം. ഇത് ജഡമാണോ ആത്മാവാണോ, ജഡമാണോ ആത്മാവാണോ. മറ്റൊരു നേച്ചറാണ് നമ്മളുടെ സിൻഫുൾ ഹ്യൂമൻസ്. നമ്മൾ ഏതും തോട്ടത്തിൽ വീണവരാണ്. നമ്മൾക്ക് സിൻഫുൾ നേച്ചർ നമ്മൾ ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് നമ്മൾ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചതിനാ ഈ സിൻഫുൾ നേച്ചറിനെ ഓവർകം ചെയ്യുവാൻ. അപ്പൊ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ പവർ കൊണ്ട് സാധ്യമല്ല. ഹോളി സ്പിരിറ്റ് ഹാസ് ടു ഹെൽപ്പ് us. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇനി ഹോളി സ്പിരിറ്റ് ചെയ്യുന്നതാണ് നമുക്കുള്ള നമ്മുടെ വീക്ക്നെസ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതിന്റെ സൊല്യൂഷൻ ആയിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരും. സ്വീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിന്നിൽ ഒരു കുറവുണ്ട്, ഇത് നിനക്ക് നിത്യജീവന തടസ്സമാണ്. സംഗീതക്കാരൻ പറഞ്ഞല്ലോ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിന്റെ നടത്തണം. അപ്പൊ ആ വ്യസനത്തിലുള്ള മാർഗം നിന്നിൽ വെളിപ്പെടുത്തുമ്പോ അവളിങ്ങനെ പറഞ്ഞില്ലേ, അവനെങ്ങനെ ചെയ്തില്ലേ, അതിങ്ങനെയല്ലേ, വചനത്തിന് തെളിവുകളില്ലേ, ഇങ്ങനെയല്ലേ വചനം പറയുന്നത്, വചനത്തെക്കാൾ നിങ്ങൾ പറയുന്നതാണോ ശരി? നിങ്ങൾക്ക് വചനത്തിൽ അനേക ആർഗ്യുമെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. സ്തോത്രം. ഈ വചനം നിങ്ങൾക്ക് തന്ന ഹോളി സ്പിരിറ്റ് തന്നെയാണ് നിങ്ങളിലുള്ള ഒരു സിൻഫുൾ നേച്ചർ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്.
ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ കൊണ്ടുവരായിരിക്കും. നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരാൾ ചെയ്യുന്നത് തെറ്റായിരിക്കാം, പക്ഷെ നിന്നിലിരിക്കുന്ന നേച്ചറിനെ വെളിപ്പെടുത്താനാണ് ദൈവത്തിന്റെ ആത്മാവ് ആ സാഹചര്യം ഒരുക്കിയത്. സോ വാട്ട് യു ഹാവ് ടു ഡു അക്സെപ്റ്റ് യുവർ നേച്ചർ. ലോർഡ്, യെസ്, ഐ ആം സിൻഫുൾ. ആ സാഹചര്യം എൻ്റെ മുമ്പിൽ വന്ന് നീ ഒരുക്കിയതാണ്. ബ്ലെസ് ദം. അതാ അപ്പസ്തലന്മാർ പറഞ്ഞിട്ട്, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിന്നിലുള്ള കുറവിനെ വെളിപ്പെടുത്താൻ വേണ്ടി അല്ലാതെ പരിശുദ്ധാത്മാവ് ഒരു കാര്യത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നില്ല. അപ്പോൾ നിന്നിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കുക. ജസ്റ്റ് അക്നോളജ് ദാറ്റ് യെസ്, ഐ ഹാവ് ദിസ് ഡെഫിഷ്യൻസി ലോർഡ്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഉയർത്തെന്ന് വെച്ചവനെ ക്രിസ്തു നിന്നിൽ വെളിപ്പെടണം, നിന്റെ സോളിൽ വെളിപ്പെടണം, നീ അനുഭവിച്ചറിയണം. എന്നാൽ മാത്രമേ നിനക്കത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സുവിശേഷം. ഇതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഉടനീളം പറയുന്നത്. അല്ലാത്തോളത്തോളം നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫല്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പലയിടത്തും ഉപയോഗിക്കാറുണ്ട്. സേവിങ് ഫെയ്ത്ത് എന്താണ്, ഇന്റലക്ച്വൽ ഫെയ്ത്ത് എന്താണ്. ഞാൻ കുറച്ചും കൂടി സേവിങ് ഫെയ്ത്തിൻ്റെ ഡെപ്ത് പറയുകയാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കാണും. റോമാലേഖനം നമ്മൾ അടുത്തിലേക്ക് പോകുമ്പോഴാണ്. ഇന്ന് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചുള്ളൂ. സ്തോത്രം. എന്താണ്? ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനോട് ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം. അതായത് സിൻഫുൾ നേച്ചറിനെ ഗ്രാറ്റിഫൈ ചെയ്യാനാണോ താലോലിക്കാനോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഏതും തോട്ടം സംഭവിച്ചതുപോലെ തന്നെ പറയാം. അവിടെ എന്താ പറഞ്ഞത്? ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ തിന്നുന്ന നാൾ നീ മരിക്കും. ഇവിടെ പറയുന്നത് എന്താ? ജഡത്തിൻ്റെ ചിന്ത മരണം. ഏതും തോട്ടത്തെക്കാളും കട്ടിയാണ് പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ നമ്മൾ സഹായിപ്പൻ ആരുണ്ട്? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. ഏതും തോട്ടത്തിൽ ഹവ്വയുടെ ആദാമിൻ്റെ കൂടെ ഇല്ലാതെ, കാരണം അവർ ദൈവസ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. ടെംപ്റ്റ് ചെയ്ത സമയത്ത് അതിന് രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ഇറങ്ങി വന്നില്ല. പക്ഷെ എവിടെയോ ടെംപ്റ്റേഷൻ വരുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വരുവാനുള്ളത് അറിയിക്കും. ജാഗരിച്ചിരിക്കുക, സോബറായിരിക്കുക. സ്തോത്രം. എന്തിനു വരുമ്പോൾ ക്രിസ്തു നിങ്ങൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു. അല്ല, നിങ്ങളുടെ ഫ്ലഷാണ് വെളിപ്പെടുന്നെങ്കിൽ തോൽക്കും. ഉടനെ പരിശുദ്ധാത്മാ പറയും, നോ, അക്നോളജ് ദാറ്റ് ഇറ്റ് ഈസ് ദെയർ, റീപ്ലേസ് ക്രൈസ്റ്റ് ദെയർ. അതിനെ പറയും ക്രൂസിഫൈ ചെയ്യുക. അതാണ് പോൾ പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. അത്തരം സാഹചര്യം വരുമ്പോൾ ക്രൂസിഫൈ ദാറ്റ്. ഇങ്ങനെയാണ് പ്രാണന്റെ രൂപാന്തരം നടക്കുന്നത്. പരിശുദ്ധ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നല്ലാതെ നമ്മുടെ പ്രാണനിൽ ഇനി നടക്കേണ്ട റീഫോർമേഷൻസ് നമുക്ക് മനസ്സിലാകുകയില്ല. ഇതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5 തുടങ്ങി താഴോട്ട് പറയുന്ന വാക്യങ്ങൾ. ഇത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് വളരെ സാവകാശത്തോടെ, വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്നതനുസരിച്ച് പല പ്രാവശ്യം നിങ്ങൾക്ക് വളരെ ദുഃഖങ്ങൾ വരും, വളരെ വില കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധുക്കൾ നിങ്ങളിൽ നിന്ന് നല്ലത് അനുഭവിക്കുന്നവർ തന്നെ നിങ്ങൾക്കെതിരെ പാരയായിട്ട് വരും, കത്തിവയ്ക്കുന്നവരായിട്ട് വരും. ഇതിൻ്റെ ഇടയിലും നിങ്ങളുടെ നേച്ചർ നിങ്ങൾക്ക് വെളിപ്പെടും. ഉടനെ കർത്താവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തോളിൽ കൈയിടുന്ന പരിപാടിയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആരെയും അനുകരിക്കാതെ മേക്ക് എ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, പേഴ്സണൽ റിലേഷൻഷിപ്പ്. ലോർഡ് ഹെൽപ്പ് മീ പ്ലീസ്, ഐ ആം വീക്ക്. ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതം നയിക്കാം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അങ്ങനെ വലിയൊരു പ്രോമിസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ റോമാലേഖനം 8-ാം അധ്യായം പഠിച്ചതുകൊണ്ടോ വാക്യങ്ങൾ പഠിച്ചതുകൊണ്ടോ അതിൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ടോ ഒന്നും ജയജീവിതം സാധ്യമല്ല. വ്യക്തിപരമായി നിങ്ങളുടെ പേഴ്സണൽ റിലേഷനിൽ ക്രിസ്തുവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ആ കവനൻറ്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. വി ആർ വീക്ക്. ഞാൻ നിങ്ങളെന്നല്ല പറഞ്ഞത്, വി ഓൾ ആർ വീക്ക് ഇൻ അവർ ഹ്യൂമൻ നേച്ചർ. അതിന് ഓവർകം ചെയ്യാൻ ഹോളി സ്പിരിറ്റ് നമുക്ക് തരുന്ന സഹായത്തിൽ ക്രിസ്തുവാണ് നമ്മളെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത്. ഹോളി സ്പിരിറ്റ് അല്ല. ഹോളി സ്പിരിറ്റിൻ്റെ ഡ്യൂട്ടി നമ്മുടെ കുറവുകൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. അത് അക്നോളജ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവിടെ ഉയർത്തുന്ന ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തിയെ വെളിപ്പെടുത്തി ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കുക. ഇതാണ് ഹോളി സ്പിരിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം എടുത്ത് വളരെ സാവകാശം വായിക്കുക. ഞാനിത് PDF നിങ്ങൾക്ക് അയച്ചു തരാം, വായിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഈ പാതിയിൽ എന്നെ നടത്ത്, നീ കൈപ്പിടിച്ചല്ലാതെ സാധ്യമല്ല. ദൈവമായ കർത്താവ് വചനങ്ങൾ നമ്മളേവരും സഹായിക്കട്ടെ.
പ്രാർത്ഥിക്കാം. പരിശുദ്ധ നെറ്റിനുമായി ദേവി സ്വർഗീയ പിതാവേ, തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. കേട്ട ജനത്തിനായി സ്തോത്രം ചെയ്ത കർത്താവ്, നീ വലിയ വില കൊടുത്ത് വാങ്ങിയ ജനമാണ്. നീ അവരെ സ്നേഹിക്കുന്നല്ലോ കർത്താവ്. ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ, വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുവാൻ എളിയനോട് കർത്താവ് കൃപ കാണിക്കുന്നു. അനേകം വിശുദ്ധന്മാരെ, കോടിക്കണക്കിന് വിശുദ്ധന്മാരെ ആ സ്വർഗീയ സിയോന് വേണ്ടി ഒരുക്കിയ പരിശുദ്ധാത്മാവത്തെ സഹായിക്കുമാറായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം.